ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഇന്ന് വരയ്ക്കാൻ എടുത്തു വച്ചിരിക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നടനാണ്. പൃഥ്വിരാജാണ്. പുള്ളിയുടെ എല്ലാ പടങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. മിക്കയെന്നല്ല, എല്ലാ പടങ്ങളും കണ്ടിട്ടുണ്ടെന്ന് തന്നെ എനിക്ക് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ഇതൊരു ഫ്രീ ഹാൻഡാണ്. നമ്മൾ ദ ബിഗിനിങ് അല്ലേ, പറയാൻ എന്താണെന്ന് എനിക്കറിയാലോ. പ്രാക്ടീസ് ചെയ്യുക, കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഏത് ഫീൽഡായിക്കോട്ടെ, പഠിക്കുന്നതായിക്കോട്ടെ, ഇല്ലെങ്കിൽ വർക്ക് ചെയ്യണതായിക്കോട്ടെ, ഇല്ലെങ്കിൽ മാർക്കറ്റിങ്ങിലായിക്കോട്ടെ, ഏത് ഫീൽഡിലാണെങ്കിലും ഗോ ഓൺ വിത്ത് യുവർ പ്രാക്ടീസ്. സ്ഥിരമായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്കത് എളുപ്പമായിട്ട് തോന്നും. അതാണ് ശരി. ഞാൻ ഈ വരയ്ക്കാൻ തുടങ്ങിയപ്പോൾ, അല്ലെങ്കിൽ അത് തുടങ്ങി കുറച്ച് നാളിങ്ങനെ കഴിഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിച്ച കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്മൾ ഫോക്കസ്ഡായി, ഇല്ലെങ്കിൽ നമ്മൾ കുറച്ച് എൻ്റെ ഡ്രീമാണത്. പടം വരയ്ക്കുക, പിന്നെ അതുകൂടാതെ ആനിമേഷൻ്റെ അത് ചെയ്യുക, ഷോർട്ട് ഫിലിമിൻ്റെ ഇത് പഠിക്കുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളായിരുന്നു എനിക്ക് ആദ്യം മുതൽ എനിക്ക് താല്പര്യം. ആദ്യം മുതൽ എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് കോളേജ് കാലം കൊണ്ട് തന്നെയുള്ള പറഞ്ഞത്. പിന്നെ വെച്ചാൽ നമ്മൾ ഒരു മിഡിൽ ക്ലാസ്സും, അതുകൂടാതെ ഇതിനോടൊന്നും അത്രയും ഇമ്പോർട്ടൻസ് ഫാദറിനോ ഫാമിലിക്കോ ആർക്കും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പതുക്കെ അത് ബാക്കിലേക്ക് പോവുകയായത്. കുറേ കൊല്ലം കഴിഞ്ഞപ്പോൾ എനിക്കിങ്ങനെ തോന്നി, അത് ഒന്ന് പതുക്കെ പൊടി തട്ടിയെടുക്കണം എന്ന് തോന്നിയുകൊണ്ട് ഞാൻ പതുക്കെ വരയ്ക്കാൻ തുടങ്ങിയത്. ഞാൻ ഹാപ്പിയാണ് എൻ്റെ വരയിലും, അല്ലെങ്കിൽ എൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിലൊക്കെ ഞാൻ ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ വരയ്ക്കുന്നിടയിൽ ഞാൻ കുറച്ച് നാളായപ്പോൾ വരയ്ക്കാൻ തുടങ്ങിയിട്ടോ. അപ്പോൾ ആദ്യമൊക്കെ വരയ്ക്കുമ്പോൾ ഭയങ്കര അത്രയും അങ്ങോട്ട് ഫിനിഷിംഗ് ഒന്നും ആയിരുന്നില്ല. ഇപ്പോൾ ചെറിയ ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നുണ്ട്. ചെറിയ എന്താ പറയുക, മിസ്റ്റേക്കുകൾ കറക്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഏകദേശം ആ ഒരു പിക്ചറായിട്ട് മാച്ച് ചെയ്ത് വരുന്നുണ്ട്. എനിക്കത് ഭയങ്കര ഒരു പോസിറ്റീവായിട്ട് തന്നെ എനിക്ക് തോന്നിയായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിലാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഞാൻ എന്നിൽ തന്നെ നോട്ടീസ് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇത് എൻ്റെ ഉള്ളിൽ നിന്ന് ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ കിട്ടിയ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. ഫസ്റ്റ് എനിക്ക് തോന്നിയേക്കണത്, ഞാൻ കുറച്ച് കാമായി എന്ന് എനിക്ക് തോന്നണേ. അതായത് കുറച്ച് എല്ലാ കാര്യത്തിനും ഒരു ഭയങ്കര ഒരു ക്ഷമയോടെ നിന്ന് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. അത് കുറച്ച് എനിക്ക് തോന്നിയേക്കണം, അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഹറിബറി ഒന്നും എനിക്ക് വലിയ താല്പര്യമില്ലാത്തൊരു ഇതുപോലെ തോന്നി. ധൃതി പിടിച്ച് ആദ്യമൊക്കെ ഞാൻ വരയ്ക്കുമ്പോൾ ഞാൻ പറയുമായിരുന്നു 3 മിനിറ്റ് കൊണ്ടൊരു പടം വരയ്ക്കും. എനിക്ക് ഓർമ്മയുണ്ട് ഞാനത് പറഞ്ഞതൊക്കെ. 3 മിനിറ്റ് കൊണ്ട് ഒരാളുടെ ഫേസ് വരയ്ക്കാൻ പഠിക്കണം, അങ്ങനെ. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഞാനിപ്പോൾ ടൈം എടുത്ത് അത് ഫിനിഷ് ചെയ്താൽ മതി എന്നെനിക്ക് തോന്നണം. നമ്മൾ കുറേ നാൾ ചെയ്യുമ്പോഴാണ് നമുക്ക് നമുക്ക് ആ ടൈമിൽ തോന്നുന്ന കറക്ഷൻ, ആ ടൈമിൽ തോന്നുന്ന ശരികൾ, അതെല്ലാം കുറച്ച് നാൾ കഴിയുമ്പോൾ അതൊക്കെ മറിഞ്ഞ് പിന്നീട് വേറെ രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കംഫർട്ടായിട്ട് നമ്മൾ കുറേ കൂടി അത് എൻജോയ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ ശരികളല്ല ശരി, ഇതാണ് കുറച്ചും കൂടി കറക്റ്റ് എന്ന് തോന്നണം അല്ലേ. എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ. കുറച്ച് കാമായി കുറച്ച് കാര്യങ്ങൾ ക്ഷമയോടെ കേട്ട് പഠിക്കാൻ, അല്ലെങ്കിൽ ക്ഷമയോടെ കേട്ടിരിക്കാനുള്ള ഒരു മൈൻഡ് എനിക്ക് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ പൊതുവെ സംസാരം എനിക്ക് കുറഞ്ഞു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എന്താ പറയുക, ഭയങ്കര ഇതായിട്ടും സംസാരിക്കില്ല. പൊതുവേ സൈലൻ്റാണ് ഞാൻ. എന്നാലും ഞാൻ പറഞ്ഞ നമ്മുടെ ലെസ് ടോക്കിങ്ങാണ് നമ്മുടെ ഈ ഒരു ഡ്രോയിങ്ങിന് വരുന്നത്. കാരണം നമ്മൾ സംസാരിക്കുന്നില്ല, നമ്മൾ ആ ഇതിൽ തന്നെ ഫോക്കസ് ചെയ്യണമാണ്. ഞാനെല്ലാം കണക്ട് ചെയ്ത് പറയുന്നത് എൻ്റെ വർക്ക്, അല്ലെങ്കിൽ ഞാൻ വരയ്ക്കുന്ന ഒരു ചേഞ്ചസ് വരുത്തിയ കാര്യങ്ങളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ സംസാരിക്കില്ല. സ്വാഭാവികമായിട്ടും നമ്മളതിൽ തന്നെ ഇങ്ങനെ നോക്കി ഇപ്പോൾ കളറിങ്ങും ആനിമേഷൻ്റെ ഇതൊക്കെ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ തന്നെ ഇങ്ങനെ ഫോക്കസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് സംസാരം കുറവായി തുടങ്ങി എന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. പിന്നെ കുറേ നോട്ടീസ് ചെയ്യും, അത് ചെറിയ മൈന്യൂട്ട് കാര്യങ്ങൾ നോട്ടീസ് ചെയ്യാനുള്ള ഒരു ഇതുണ്ടായി എനിക്ക് തോന്നി.
ഭയങ്കര നല്ല കാര്യം തന്നെയാണ്. പുറത്തിറങ്ങിയാലും ഒരു സാധനം മേടിക്കുമ്പോൾ എന്തെങ്കിലും നോക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ നോക്കുക, എന്തൊക്കെയാണ് മറ്റൊരാൾ എന്തൊക്കെയാണ് വാങ്ങുന്നത്, അല്ലെങ്കിൽ അപ്പുറത്തെ ആളെന്താ ചെയ്യുന്നത്, എല്ലാം ഒരു ഒരു ഒബ്സർവേഷൻ എല്ലാത്തിലും, എല്ലാ വ്യക്തികളിലേക്കും, എല്ലാ നമ്മളെ സ്ഥലങ്ങൾ, ചുറ്റുപാടൊക്കെ ഇങ്ങനെ നിരീക്ഷിക്കണം അല്ലേ. എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. എൻ്റെ ഒരു മാറ്റങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ പൃഥ്വിരാജിൻ്റെയൊക്കെ ഏകദേശം പകുതിയായി. ഞാനിപ്പോൾ പ്രസൻറ്റിലേക്ക് വേണം. ഇടയ്ക്ക് നമ്മുടെ ചിത്രത്തെക്കുറിച്ചും പറയണമല്ലോ അല്ലേ, വരയ്ക്കാനല്ലേ. പിന്നെ എനിക്ക് തോന്നിയേക്കണ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങും. ഓരോ കാര്യങ്ങൾ ഓരോരുത്തർ പറയുന്നത് ഭയങ്കര റെസ്പെക്റ്റോടെ നമ്മൾ കേട്ടിരിക്കാനുള്ള ഒരു മൈൻഡ് തോന്നും. തിരിച്ച് പറയാനുള്ള ആദ്യമൊക്കെ നേരം തർക്കിക്കാനുള്ള ഒരു മൈൻഡ് വരും. പക്ഷെ അത് മാറി. ഇനിയിപ്പോൾ എനിക്ക് അതിനോടൊന്നും വലിയ ഇതില്ല. നമ്മൾ അവർ പറയുമ്പോൾ അത് കേട്ടിരിക്കുക. എന്തെങ്കിലും അതിൽ നിന്ന് നമ്മൾക്ക് ഗുണം കിട്ടാനുള്ള, ഇപ്പോൾ നമ്മൾ ഇഷ്ടംപോലെ വീഡിയോസ് ഞാൻ വാച്ച് ചെയ്യാറുണ്ട് കേട്ടോ. അതിലേതെങ്കിലും ഒരു പോയിൻ്റ്, നമുക്ക് ഒരു പോയിൻ്റായിരിക്കും നമുക്ക് വേണമെങ്കിൽ അതിൽ നിന്ന് കിട്ടുക. പക്ഷേ അത് ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും. പല കാര്യങ്ങളുണ്ട്. ഞാൻ ഈ ആർട്ടിൻ്റെയൊക്കെ കുറേ വീഡിയോസ് വാച്ച് ചെയ്യും. ബ്ലെൻഡ് ചെയ്യണത് എങ്ങനെയാണ്, കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് വീഡിയോസിൽ തന്നെയാണ് ഞാൻ റെഫർ ചെയ്തെടുത്തേക്കുന്നത് കേട്ടോ. അങ്ങനെ പറയുന്നതിന് എനിക്കൊരു മടിയില്ല. കാരണം വെച്ചാൽ അത് ഞാൻ ശരിയാണ്, അത് സത്യമാണ്. ഞാൻ എല്ലാ കാര്യങ്ങളും യൂട്യൂബിൻ്റെ ഓരോരോ വീഡിയോകൾ വാച്ച് ചെയ്ത് അത് പരീക്ഷിച്ച് നോക്കി എന്നിട്ടാണ് അത് ചെയ്യണത്. പിന്നെ അത് പ്രാക്ടീസ് ചെയ്യണത്. ഓക്കെ. പിന്നെ ഞാൻ നേരത്തെ വിചാരിച്ച പോലെ തന്നെ, നേരത്തെ പറയാറില്ല ഇങ്ങനെ ടൈം മേക്കിംഗ് ബെറ്റർ ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ സമയം നോക്കാറുണ്ട്. നമ്മൾ എപ്പോൾ തുടങ്ങുന്നു, എപ്പോൾ അത് ഫിനിഷ് ചെയ്യുന്നു എന്നുള്ള ടൈം ഞാൻ ഏകദേശം മാർക്ക് ചെയ്ത് വെക്കാറുണ്ട്. അത് ഒരു കണക്ക് നല്ലതാണ്. കാരണം വെച്ചാൽ നമ്മുടെ ഈ റിസൾട്ട് ഇത്ര ടൈമിനുള്ളിൽ നമ്മൾ ഈ റിസൾട്ട് ഉണ്ടാക്കിയ എന്നുള്ള ഒരു ഇത് നമുക്ക് ഉള്ളിൽ വരും. അത് നമ്മുടെ ഉള്ളിലൊരു കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യണ കാര്യമാണ് ഞാൻ പറയണത്. പിന്നെ എനിക്ക് ഒരു കാര്യം തോന്നിയേക്കണത് ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്, തിങ്ക് ബിഫോർ ഡു എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മിക്ക വീഡിയോയിലും പറയാറുണ്ട്. ഞാൻ കുറേ നേരം ആ ഒരു ചിത്രം നോക്കി നിൽക്കും. ഒരു 5 മിനിറ്റോളം ആ ചിത്രം നോക്കി നിൽക്കുന്നെങ്കിൽ നമ്മുടെ കൈ കൊണ്ട് വെറുതെ ജസ്റ്റ് റഫായിട്ടൊന്ന് വരച്ച് നോക്കും. നമ്മുടെ ഏകദേശം ആ പിക്ചറായിട്ട് കണക്ട് ചെയ്ത് നമ്മുടെ കൈയും ബ്രെയിനൊക്കെ അതിലേക്ക് കൊണ്ടുവരുന്നതാണ്. അത് എനിക്ക് ആ ഒരു ഹാബിറ്റ് ഇതിൽ നിന്ന് തന്നെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാനിങ്ങനെ നോക്കാറുണ്ട്. പക്ഷേ നമ്മളൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പായിട്ട് അതിനെക്കുറിച്ച് ശരിക്കും ഒന്ന് നിരീക്ഷിക്കണം. അത് നല്ലതാണത്. ഞാനിപ്പോൾ എന്ത് വിഷയമാണെങ്കിൽ ശരി അത് ചെയ്യുന്നത് നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നത്. ഞാൻ മറ്റുള്ള ഇതിലൊന്നും ഇംപ്ലിമെൻറ്റ് ചെയ്തില്ല, പക്ഷേ എൻ്റെ ആർട്ടിൽ ഞാനത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും നല്ലോണം ഇംപ്ലിമെൻറ്റ് ചെയ്യാറുണ്ട്. ഒരു പിക്ചർ കണ്ടാലോ ഇല്ലെങ്കിൽ അതിൽ ഒരു ആനിമേഷൻ്റെ ഒരു ചെറിയൊരു മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ അത് ശരിക്കും കുറേ നേരം അതിങ്ങനെ ഓടിച്ച് നോക്കും, അത് റൺ ചെയ്യുന്നത് നോക്കും. അപ്പോൾ അത് ഏകദേശം നമുക്കത് വരയ്ക്കാനുള്ള ഒരു മൈൻഡ്, നമ്മൾ പ്രിപ്പയർ ആവാൻ വേണ്ടിയുള്ള ഒരു ടൈം, അതിപ്പോൾ എൻ്റെ ഉള്ളിൽ അങ്ങനെ തോന്നുന്നുണ്ട്. ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ട് നമ്മളുടെ ഉള്ളിൽ എനിക്ക് വരുന്ന മാറ്റങ്ങളാണ്. നമ്മളോരോ ഡ്രീമിൻ്റെ പുറകെ പോകുന്ന ആൾക്കാരുകളായിരിക്കും, അല്ലെങ്കിൽ നമ്മളോരോ പാഷൻ നമ്മുടെ ഉള്ളിലുണ്ടാകുന്നവരായിരിക്കാം. ആ പാഷൻ നമുക്ക് കിട്ടണമല്ലോ. നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ കളി മുഴുവൻ കളിക്കുന്നത്. അപ്പോൾ ആ ഫുള്ളായിട്ട് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെറിയ മാറ്റങ്ങൾ നമ്മളിൽ തന്നെ മാറ്റങ്ങൾ വരും. അത് ഉറപ്പാണത്. അതിനൊരു ഇതാണ് ഞാൻ പറയുന്നത് കേട്ടോ. എനിക്കത്രയും ഇൻട്രസ്റ്റ് ഉള്ളൊരു ഫീൽഡാണ് ആർട്ട് എന്നുള്ളത്. അതുകൊണ്ടാണ് ഇത്രയും ഞാൻ ഇതായിട്ട് പറയുന്നത്. ഞാൻ ഇത്രയൊക്കെ പറയുമ്പോൾ ഞാൻ ഭയങ്കര പെർഫെക്റ്റായി ഇല്ലെങ്കിൽ ഭയങ്കര ഒരു വലിയ ഇതായി എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. എന്താ പറയുക, ഞാൻ ആദ്യത്തേക്കാൾ കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ള ഒരു ഇതാണ് എനിക്ക് തോന്നിയേക്കണത്. ആദ്യം ഞാൻ വരയ്ക്കുമ്പോൾ ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ റബ്ബിങ് ചെയ്യായിരുന്നു. ഇപ്പം അങ്ങനെ റബ്ബിങ്ങിൻ്റെ ഇത് വരുന്നില്ല. നമ്മൾ ഏകദേശം ചെറിയ പാട്ടുകൾ മാത്രമേ വരുന്നുള്ളൂ. അല്ലെങ്കിൽ ആദ്യം മുതലേ ടച്ച് ചെയ്ത് തുടങ്ങും, റബ്ബർ യൂസ് ചെയ്ത് തുടങ്ങുമായിരുന്നു. ഇപ്പം അങ്ങനെ ഒരു ഇത് വരുന്നില്ല. അത് പ്രാക്ടീസിൻ്റെ തന്നെയാണ് എനിക്ക് തോന്നണേ. നമ്മൾ കൂടുതൽ നേരം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്കൊരു വഴക്കം വരും. പെൻസിലും പേപ്പറും പിന്നെന്താണ് ആ ഓരോ ലൈൻസും ആയിട്ട് നമുക്കൊരു ചെറിയൊരു റിലേഷൻ വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ നമ്മളിപ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ നമുക്ക് ചുമ്മാ നോക്കാതെ തന്നെ വരച്ചിടാൻ പറ്റും. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്.
ലാസ്റ്റായിട്ട് എനിക്ക് പറയാനുള്ളത്, എനിക്ക് തോന്നുന്നത് നമ്മൾ സൈലൻ്റായിട്ട് നമ്മൾ വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഡ്യൂട്ടി നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ. അതാണ് കറക്റ്റ്. നമ്മളാ ഒരു നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്, സൈലൻ്റായിട്ട്. ഓക്കെ. ഇനി എനിക്ക് ഇഷ്ടപ്പെട്ട ഈ നടൻ്റെ കുറച്ച് സിനിമകളെക്കുറിച്ച് എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ഈ പുള്ളിയുടെ എല്ലാ പടങ്ങളും കണ്ടിട്ടോ, ഒരു പടം പോലും മിസ് ചെയ്യരുതെന്ന് എനിക്ക് തോന്നുന്നു. മിക്ക പടങ്ങളും ഞാൻ ഒന്നുമില്ലെങ്കിൽ യൂട്യൂബോ അല്ലെങ്കിൽ യൂട്യൂബ് വഴിയായിരിക്കും മിക്കതും കണ്ടേക്കണം എനിക്ക് തോന്നുന്നത്. പിന്നെ തിയേറ്ററിൽ കുറേ നാൾ മുമ്പ് തിയേറ്ററിലായിരുന്നു പോയി കണ്ടു വെച്ചു, പിന്നെ തിയേറ്ററിൽ അങ്ങനെ പോകാറില്ല. അപ്പോൾ പുള്ളിയുടെ മിക്ക പടങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട 2-3 പടങ്ങളുടെ പേര് പറഞ്ഞാൽ, എനിക്ക് പുള്ളിയുടെ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് പടം എനിക്ക് തോന്നുന്നു വയലൻസ് എന്ന് പറഞ്ഞൊരു പടം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അത് പടം അത്ര ഹിറ്റായില്ലെന്ന് എനിക്ക് തോന്നണം. പക്ഷേ എല്ലാവരുടെയും കാഴ്ചപ്പാട് ഒരേപോലെ ആയിരിക്കില്ലല്ലേ. നമ്മുടെ ഓരോ വിഷൻസും ഓരോ വ്യക്തികളും മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് എൻ്റെ കാഴ്ചപ്പാടിൽ എനിക്കത് ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ കുറേ നന്ദനം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അതും പുള്ളിയുടെ ഫസ്റ്റ് പടം എനിക്ക് തോന്നുന്നു. ജനഗണമന, അതും നല്ലൊരു വെറൈറ്റി മൂവിയാണ് അത്. പിന്നെ ഈ അടുത്തിറങ്ങിയ എന്താ പറയുക, ഗുരുവായൂർ അമ്പലനടയിൽ, പിന്നെ എന്താ പറയുക, പിന്നെ സെല്ലാർ, പുള്ളിയുടെ കുറേ മിക്ക പടങ്ങൾ കാണുന്ന പടങ്ങളൊക്കെ ഇഷ്ടം. ഗോൾഡ്, പുള്ളി പഴയ പടങ്ങൾ, പിന്നെ ബ്രദേഴ്സ്, കുറേ പടങ്ങൾ ഇതാണ് ഇപ്പോൾ ഓർമ്മയിൽ പെട്ടെന്ന് കയറി വന്നതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ ഒരു റഫ് സ്കെച്ചാണ് വരയ്ക്കുന്നത്. ഫ്രീ ഹാൻഡ് ആണെങ്കിലും റഫായിട്ട് എടുത്ത് വരച്ചിടണതാണ്. അപ്പോൾ എവിടെയെങ്കിലൊക്കെ ചെറിയ ഇതുണ്ടെങ്കിൽ അത് എന്താ ഞാൻ പറയുക, പ്രാക്ടീസിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ഇട്ട് കളയാന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ പുതിയതായിട്ട് ആരെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. കണ്ണിൻ്റെ സൈഡ് ഇതൊരു ജസ്റ്റ് പെൻസിൽ ഷെയ്ഡ് മാത്രമാണ്, കളറിങ് ചെയ്യുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ അതെല്ലാ ഫീൽഡിലും ബാധകമാണ് കേട്ടോ. ഞാൻ ഈ ആർട്ടിൻ്റെ മാത്രമല്ല ഞാൻ പറയണത്, ഏത് ഫീൽഡ് എടുക്കുകയാണെങ്കിലും, ഇപ്പോൾ പഠിക്കുന്നവരാണെങ്കിൽ ശരി, അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിന് പോകുന്നവരാണെങ്കിൽ ശരി. മാർക്കറ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഏകദേശം ഒരു 10-12-16 വർഷത്തോളം ഞാൻ മാർക്കറ്റിംഗ് ഫീൽഡ് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഒരു ആക്സിഡൻറ്റിൽ പിന്നെ അതങ്ങ് നിർത്തിക്കളഞ്ഞാണ്. മാർക്കറ്റിംഗ് മോശം ഫീൽഡൊന്നുമല്ല കേട്ടോ, നല്ല ഫീൽഡ് തന്നെയാണ്. അത് നല്ല കോണ്ടാക്ട്സ് ഉണ്ടാക്കിയ, നല്ല എന്താ പറയുക, ആൾക്കാരായിട്ട് സംസാരിച്ച് ആ ഒരു റൂട്ട് ക്ലിയർ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് കച്ചവടം കയറി വരുന്നതാണ്. അത് ഞാൻ നമ്മളത് ട്രിക്കാണത് പറഞ്ഞത്. നമ്മൾ ആദ്യം കുറേ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും എനിക്ക് തോന്നുന്നത്. ഇത് കുറേ ഹാർഡ് വർക്ക് ചെയ്യും. എനിക്ക് ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ 10-30 ഓഫീസുകളൊക്കെ ഒരു ദിവസം കയറുമായിരുന്നു അന്ന്, ആ ടൈമിൽ കേട്ടോ. കുറേ ഇയേഴ്സ് ബാക്കിനായിരുന്നു പറഞ്ഞത്. പക്ഷേ അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരു 6-7 മാസം അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നെറ്റ്വർക്ക് ഓക്കെ ആയി കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് കച്ചവടം നമ്മുടെ ഫോണിൽ വരാൻ തുടങ്ങി. അതായത് എന്താ പറയുക, ഞാൻ ഇതിൻ്റെ ഡോങ്കിൾ അതിൻ്റെയൊക്കെ മാർക്കറ്റിങ്ങിലായിരുന്നു ആദ്യം കയറി. ഓക്കെ, നമ്മൾ ഫിനിഷ് ആയിട്ടുണ്ട്. ഓക്കെ, ശരി. ഹൈ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഹാവ് എ നൈസ് ഡേ. Love yourself, focus on the dreams.